ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത് പെർമനന്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടറാണ്. പെർമനന്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടർ എന്നും അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പെർമനന്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടർ എന്നും വിളിക്കും. ഇതിനെ നമ്മൾ എന്തെന്നും കൂടെ പറയും? പെർമനന്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എന്തില്ല? സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഇല്ല. പകരം സ്റ്റേറ്ററിനകത്ത് മെയിൻ വൈൻഡിങ്ങും ഉണ്ട്, സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും ഉണ്ട്. നമ്മുടെ ടോർക്കിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പെർമനന്റ് ആയിട്ട് നമ്മളൊരു കപ്പാസിറ്ററും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എപ്പോഴാണോ നമ്മളൊരു സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് ഒരു സിംഗിൾ ഫേസ് സപ്ലൈ കൊടുത്ത് എനർജൈസ് ചെയ്യുന്നത്, നമ്മളുടെ മെയിൻ വൈൻഡിങ്ങിനകത്തൂടെ എന്ത് പോകും? മെയിൻ വൈൻഡിങ്ങിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? IM ആണ് അല്ലെ. അപ്പൊ ഇതാണ് ഇതിലേക്കൂടെ പോകുന്ന കറണ്ട് ഇവിടെ വരും, IEM വരും. അതേപോലെ പിന്നീട് എന്ത് വരും? സ്റ്റാർട്ടിംഗ് വൈൻഡിങ് അല്ലെ, സ്റ്റാർട്ടിംഗ് വൈൻഡിങ് വരും. അതേപോലെ അതേ സെയിം കറണ്ടാണ് ഇതിലേക്കൂടെ പാസ് ചെയ്യുന്നത് അല്ലെ, ഓക്സിലറി വൈൻഡിങ്ങിന്റെ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ കപ്പാസിറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് ചോസൺ സച്ച് ദാറ്റ് ദ കറണ്ട് IM ഈസ് മെയ്ഡ് ടു ലാഗ് ദ കറണ്ട് IE. മറ്റേതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവിടെ ഫേസ് ആംഗിൾ 90 ഡിഗ്രി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ സെയിം പോലെ തന്നെയാണ് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ പോലെ തന്നെയാണ് നമ്മളുടെ IM എന്ന് പറയുന്നത് IEനെ 90 ഡിഗ്രി ലാഗ് ചെയ്തായിരിക്കും ഇരിക്കേണ്ടത്. അതായത് ഇവിടെ ആൽഫയുടെ വാല്യൂ എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. പക്ഷെ അത് ഇവിടെയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് വെച്ചിട്ട് സിൻക്രണസ് സ്പീഡിന്റെ ഒരു 70 to 80% അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കപ്പാസിറ്ററിനെ അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്യുമായിരുന്നു along with the auxiliary winding. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഡിസ്കണക്ഷൻ ഒന്നും തന്നെ ഇല്ല. ഇതിങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, സ്പീഡ് നമ്മുടെ റോട്ടറിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി നമ്മുടെ റോട്ടറിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓക്സിലറി വൈൻഡിങ്ങിൽ ഒരു കൗണ്ടർ EMF പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ലിമിറ്റ് ദ കറണ്ട് ത്രൂ ഇറ്റ് ടു ലെസ് ദാൻ 1 ആംപിയർ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു കൗണ്ടർ EMF നമ്മൾ റോട്ടറിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പം അത് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആണ് ഇതിന്റെ ഇവിടെ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോട്ടോർ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ് യൂണിഫോം ടോർക്ക്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പെർമനന്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് പ്രൊഡ്യൂസസ് യൂണിഫോം ടോർക്ക്. ഓക്കെ, അതേപോലെ ലെസ് നോയിസി ഓപ്പറേഷൻ ആയിരിക്കും ഈ ടൈപ്പ് മോട്ടോഴ്സ് തരുന്നത്. ഇനി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഡസൻറ്റ് റിക്വയർ സെൻട്രിഫ്യൂഗൽ സ്വിച്ച്. നോ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഈസ് റിക്വയർഡ്. ഓക്കെ, അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫുൾ ടൈം നമ്മൾ ഈ കപ്പാസിറ്ററിനെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഹൈ പവർ ഫാക്ടർ ആയിരിക്കും ഈ സർക്യൂട്ട് നമുക്ക് അല്ലെങ്കിൽ ഈ മോട്ടോർ നമുക്ക് തരുന്നത്. ഓക്കെ, അതേപോലെ ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നതും വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു സർക്യൂട്ടിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഈ ഒരു മോട്ടറിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഇതിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് യൂണിഫോം ടോർക്ക് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ലെസ് ദാൻ ഫുൾ ലോഡ് ടോർക്ക്. ഫുൾ ലോഡ് ടോർക്കിനെക്കാട്ടിലും കുറവായിരിക്കും. പക്ഷെ തീരെ കുറവെന്നല്ല പറയുന്നത്, ഫുൾ ലോഡ് ടോർക്കിനെക്കാട്ടിലും കുറവായിരിക്കും. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഓയിൽ ഫിൽഡ് പേപ്പർ കപ്പാസിറ്റേഴ്സ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇലക്ട്രോളിക് കപ്പാസിറ്റേഴ്സ് നമ്മൾ കണ്ടിന്യൂസ് റണ്ണിങ്ങിന് നമ്മൾ ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഓയിൽ ഫിൽഡ് പേപ്പർ കപ്പാസിറ്റേഴ്സ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്തത്. പക്ഷെ അതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറയുന്നത് വെരി കോസ്റ്റ്ലി ആയിരിക്കും. നമ്മുടെ ഓയിൽ ഫിൽഡ് പേപ്പർ കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അതേപോലെ തന്നെ
നമ്മുടെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സൈസ് ഓഫ് കപ്പാസിറ്റർ ഈസ് വെരി ലാർജ് വെൻ കമ്പയർഡ് ടു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. ഇത്രയാണ് ഇതിന്റെ ഒരു ഈ ടൈപ്പ് മോട്ടോഴ്സിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. ആപ്ലിക്കേഷൻസ് ഓഫ് പെർമനന്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോഴ്സ്. നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഫാൻസില്, ബ്ലോവേഴ്സില്, ഹീറ്റേഴ്സില്, അതേപോലെ എയർ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യും. പിന്നെ അതേപോലെ ഓഫീസ് മെഷീനറിക്കകത്തും നമ്മൾ ഈ ഒരു ടൈപ്പ് മോട്ടോഴ്സ്, ഇൻഡക്ഷൻ മോട്ടോഴ്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയെന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് പഠിച്ചത്. അതിന് ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റുള്ള ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് സെലക്ട് ചെയ്തത്. അടുത്തെന്ന് പറഞ്ഞാൽ ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടറാണ്. അവിടെ എന്ന് പറയുന്നത് 2 ടൈപ്പ് വൈൻഡിങ്സ് ഒന്നുമില്ല, ഒരു ടൈപ്പേ ഉള്ളൂ. പക്ഷെ അവിടെ എന്ത് ചെയ്യും, ഒരു അൺഷെയ്ഡഡ് പാർട്ടും ഒരു ഷെയ്ഡഡ് പാർട്ടും ഉണ്ട് പോൾസിന്. അപ്പൊ പക്ഷെ അവിടെ കിട്ടുന്നത് എന്താണ്, ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആപ്ലിക്കേഷനിൽ മാത്രമേ നമുക്ക് ഇതും യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോഴ്സും കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോഴ്സും കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് രണ്ടും എന്ന് പറയുന്നത് നമ്മുടെ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിന്റെ ഒരു മോഡിഫൈഡ് ഫോം തന്നെയാണ്. അത് രണ്ടും നമുക്ക് അത്യാവശ്യം നല്ല ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നത് പറഞ്ഞാൽ പെർമനന്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോർ ആണ്. ഇതിനെ നമ്മൾ പെർമനന്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല. ഇവിടെ ഉള്ള കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമ്മൾ പെർമനന്റ് ആയിട്ട് നമ്മുടെ സർക്യൂട്ടിൽ തന്നെ കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് തീരെ കുറവല്ല, എന്നാൽ ഫുൾ ലോഡ് ടോർക്കിനെക്കാട്ടിലും കുറവായിട്ടുള്ള ഒരു ടോർക്ക് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് പെർമനന്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആപ്ലിക്കേഷൻസ്. എവിടെയൊക്കെയാണ് നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്? സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഒരിക്കലും സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. ഓക്കെ, അതേപോലെ ഇതെന്ന് പറയുന്നത് അവൈലബിൾ ആയിരിക്കുന്നത് ഒരു 0.5 HP to 15 HP റേഞ്ചിലായിരിക്കും നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ആൻഡ് ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ പർപ്പസസ്. എന്തൊക്കെയാണ് മൾട്ടിപ്പിൾ പർപ്പസസ് എന്ന് നോക്കാം. നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? ക്ലോക്സിൽ യൂസ് ചെയ്യും. നെക്സ്റ്റ് റെഫ്രിജറേറ്റേഴ്സ്, ഫ്രീസേഴ്സ്, ഹീറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫാൻസ്, ടേബിൾ ഫാൻസ്, അതേപോലെ സീലിംഗ് ഫാൻസ്, എക്സോസ്റ്റ് ഫാൻസ്, എയർ കൂളേഴ്സ് ആൻഡ് വാട്ടർ കൂളേഴ്സ്. ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ബ്ലോവേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യും. ഫിഫ്ത്ത് എന്ന് പറയുന്നത് വാഷിംഗ് മെഷീൻസിൽ യൂസ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെഷീൻ ടൂൾസ്. സെവൻത് പോയിന്റ് എന്ന് പറയുന്നത് ഡ്രയേഴ്സ്. എയ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് വാട്ടർ പമ്പ്സ്. നയൻത് പോയിന്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സ്. 10th പോയിന്റ് എന്ന് പറയുന്നത് ഗ്രൈൻഡേഴ്സ്, ഡ്രില്ലിംഗ് മെഷീൻസ്. 11th പോയിന്റ് എന്ന് പറയുന്നത് ടൈപ്പ് റൈറ്റേഴ്സ്, ഫോട്ടോസ്റ്റാറ്റ്സ്, പ്രിന്റേഴ്സ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹോം എക്യുപ്മെന്റ്സ് ആൻഡ് ഡിവൈസസ്. ഓക്കെ, ഇത്രയും വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5th മൊഡ്യൂളിൽ ഇതുവരെ നോക്കിയതെന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ ജനറേറ്റേഴ്സിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നീട് വരുന്ന സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്താണെന്നും അതിന്റെ കൺസ്ട്രക്ഷനും അതേപോലെ അതിന്റെ ടൈപ്സ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സുമാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. അപ്പം നെക്സ്റ്റ്
ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.